ഓക്കെ ബ്രോ. പ്രഭു സ്റ്റാർട്ട് ചെയ്യുന്നു എങ്ങനെയാണ്? ഞാൻ ചെല്ലട്ടാ. ഉം. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപദായ കൃഷ്ണപക്ഷായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനി. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനം ശലാക്യ ചക്ഷുരം നീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാത സകലലളിത ശ്രീവിശാഖനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷവാണ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് ആദിലീല 17-ാം അധ്യായം 33-ാം ശ്ലോകത്തിലാണ്. ഇന്നലെ 32 വായിച്ചായിരുന്നു എല്ലാവരും. 32 ഒരു പ്രത്യേക ശ്ലോകമായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു ശ്ലോകമായിട്ട് അത് നമുക്ക് അനുഭവപ്പെട്ടു. എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ പ്രഭുപാദ് ഡയറക്ട്ലി തരുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു 32-ാമത്തെ ശ്ലോകത്തില്. 34 മുതൽ വായിച്ചു തുടങ്ങാം. ആരാണ് വായിക്കുന്നത്? 32-ാമത്തെ എന്താ? ഒന്നുകൂടെ ഒന്ന് പറയാം. 32 കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സ്ഫുടമായിട്ട് ഉച്ചരിക്കണം. മധുസൂദൻ പ്രഭുവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. യെസ്. സോ 34 ആരെങ്കിലും വായിക്കുന്നോ? ബുക്കുള്ളവര്? രാജേഷ് പ്രഭു ഒരു യാത്രയിലാണ്, അതുകൊണ്ട് വായിക്കട്ടെ പ്രഭു. വായിച്ചോളൂ. ആദിലീല 17:34 ശ്ലോകം. തബേ പ്രഭു ശ്രീവാസേരേ ഗ്രഹേ നിരന്തര രാത്രി സങ്കീർത്തന കൈല ഏക സംവത്സര. വിവർത്തനം. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിൽ 1 വർഷം മുഴുവൻ എല്ലാ രാത്രികളിലും ഹരിനാമ സങ്കീർത്തനം ചെയ്തു. കപാടാദിയ കീർത്തന കരേ പരമ ആവേശേ പാഷണ്ഡി ഹാസിദേ ഹൈസേ ഹൈസേ നാപായ പ്രവേശേ. വിവർത്തനം. വാതിലുകൾ അടച്ചിട്ടായിരുന്നു ആവേശഭരിതമായ ഈ സങ്കീർത്തനം നടന്നത്. വാതിലുകൾ അടച്ചിട്ടായിരുന്നു ആവേശഭരിതമായി സങ്കീർത്തനം നടന്നത്. അതിനാൽ പരിഹസിക്കാനെത്തിയ അവിശ്വാസികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ചിലപ്പോൾ സങ്കീർത്തന യജ്ഞം തടസ്സപ്പെടുത്താൻ അവിശ്വാസികൾ വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടച്ചിടണമെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. നിർവ്യാജരായ കീർത്തനക്കാരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ. നിർവ്യാജരായ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കരുത്. പക്ഷേ വലിയ തോതിലുള്ള സംഘം ചേർന്ന് നാമസങ്കീർത്തനം നടത്തുമ്പോൾ
എല്ലാവർക്കും പങ്കെടുക്കുന്നതിന് വേണ്ടി നാം ക്ഷേത്രവാതികൾ തുറന്നിടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ഈ നയം നല്ല ഫലങ്ങൾ നൽകുന്നു. ഹരേ കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. ഇതൊന്ന് ചെറിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോവാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു ഹരിനാമ സങ്കീർത്തനത്തെ കുറിച്ചാണോ പറയുന്നത്, രണ്ട് ഹരിനാമ സങ്കീർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ടോ? രണ്ട് തരവും, ഒരു തരമാണോ രണ്ട് തരമാണോ? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഒരു തരം ഹരിനാമ അതായത് രാത്രികളിലും മറ്റുള്ള നഗരത്തിൽ ചെയ്യുന്നതിനും രണ്ടു തരം. രണ്ട് തരം ഹരിനാമ സങ്കീർത്തനമുണ്ട്. ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു പണ്ട്? ഇല്ല, കേട്ടിട്ടില്ല. എപ്പോഴും എല്ലാപ്പോഴും ചെയ്യാന്നുള്ളതാണ്. അതെ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഹരിനാമ സങ്കീർത്തനം സെയിം ആണ്, പക്ഷെ അതിൽ തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് പറയുന്നു. രാജേഷ്, അടച്ചിട്ടിട്ട് അത് വിശ്വാസികൾക്ക് മാത്രം. അവിശ്വാസികള് ആകുമ്പോ സങ്കീർത്തനം നടത്തുമ്പോ അവരും കേൾക്കട്ടെ എന്നുള്ളതാണ്. അതെ, അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നിനെയാണ് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഹരിനാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ആരംഭിച്ചത് നാമസങ്കീർത്തനം, റൈറ്റ്? അപ്പൊ ഹരിനാമ സങ്കീർത്തനം നമ്മൾ പബ്ലിക്കിൽ നഗര സങ്കീർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയ പബ്ലിക് പ്രോഗ്രാംസ് നമ്മൾ സങ്കീർത്തനം ചെയ്യുമ്പോൾ ആരൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺട്രോൾ ഇല്ല, ആർക്കും വരാം, റൈറ്റ്? അപ്പൊ അങ്ങനെ ഒരു സങ്കീർത്തനത്തെ കുറിച്ച് ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, സംശയമില്ല, ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് കണ്ടോ, പക്ഷെ വലിയ തോതിലുള്ള സംഘം ചേർന്ന് നാമസങ്കീർത്തനം നടത്തുമ്പോൾ എല്ലാവർക്കും പങ്കെടുക്കുന്നതിന് വേണ്ടി നാം ക്ഷേത്രവാതിലുകൾ തുറന്നിടുന്നു. അപ്പൊ ഈ വാതിൽ അടച്ചിട്ടുള്ള സങ്കീർത്തനം എന്താണത്? അതിന് പേര് പറയുന്നത് പ്രേമനാമ സങ്കീർത്തനം എന്ന് പറയും, റൈറ്റ്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹരിനാമ സങ്കീർത്തനം നോർമൽ. പ്രേമനാമ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അതും നാമസങ്കീർത്തനം തന്നെയാണ്, വ്യത്യാസമില്ല. പക്ഷേ അത് എല്ലാവർക്കും ഓപ്പൺ അല്ല, അത് യോഗ്യരായ ഭക്തന്മാർക്ക് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ, റൈറ്റ്? അപ്പൊ എന്താണ് യോഗ്യത? ഏത് തരം ഭക്തന്മാർക്കാണ് ആ യോഗ്യത എന്ന് പറഞ്ഞാല്, ആ യോഗ്യത കഴിഞ്ഞ നമ്മളിപ്പോ വായിച്ച ശ്ലോകത്തിൽ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞു. എന്താണ് യോഗ്യത? വിശ്വാസികൾ. അതെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല് എന്താണ് ആ യോഗ്യത? ആ ശ്ലോകം ഒരു പക്ഷേ പരിചയമുള്ളൊരു ശ്ലോകമായിരിക്കും. ശിഷ്ടാക്ഷരത്തില് ഋണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിനാമാനദേന കീർത്തനീയ സദാഹരി. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഭക്തന്മാര്, ഋണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിനാമാനദേന, ഹൃദയത്തില് ആ ഒരു എൻവിയസ്നെസ് ഇല്ലാത്ത, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച, അതിനെ ജയിച്ച ഭക്തന്മാര്, പരിശുദ്ധ ഭക്തന്മാര് ചെയ്യുന്ന സങ്കീർത്തനത്തിനെയാണ് പ്രേമനാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിലെല്ലാവർക്കും പ്രവേശനമില്ല. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിനകത്ത് രാത്രി കാലങ്ങളിൽ ചെയ്തിരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. വാതിലുകൾ അടച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. അത് മറ്റു വ്യക്തികൾ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കഥ കേട്ടിട്ടുണ്ടോ? പണ്ട് ഒരു പ്രാവശ്യം ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലേക്ക്, ഒന്നല്ല 2 പ്രാവശ്യം ഇത് സംഭവിക്കും. അതിലൊരു പ്രാവശ്യം ഒരു വൈരാഗി ബ്രഹ്മചാരി, ഒരു വലിയൊരു ഭക്തനല്ലായിരുന്നു, പക്ഷെ ഒരു തപസ്വിയായിട്ടുള്ള ഒരു ബ്രഹ്മചാരി ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലേക്ക് വരും. അദ്ദേഹം ഇവിടെ നടക്കുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ഹരിനാമ സങ്കീർത്തനത്തെ കുറിച്ച്, പ്രേമനാമ സങ്കീർത്തനെ കുറിച്ച് ശ്രവിച്ചിട്ടാണ് വരുന്നത്. ശരി, എനിക്കും ഇതിലൊന്ന് പങ്കെടുക്കണം, കേട്ട് അതിലൊരു ആനന്ദ നിർവൃതി ഉണ്ട്, അത് വളരെ ആധ്യാത്മികമായിട്ട് അത് അത്രയും പ്രേമമയമായ ഒരു സംഭവമാണ്, ആത്മാവിനെ അത്രയും സ്വാധീനിക്കുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എങ്ങനെയോ കേട്ടറിഞ്ഞു. അപ്പൊ അതിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹത്തോടെ ഈ കുംഭമേളയിലേക്ക് സന്യാസിമാര് വരുന്നത് പോലെ, ശരി ഇതിലൊന്ന് പങ്കെടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ വന്നു, ബ്രഹ്മചാരി.
അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പാല് മാത്രമേ കുടിക്കുള്ളൂ, വേറെ ഒരു ആഹാരവും അദ്ദേഹം കഴിക്കില്ല. പശുവിൻ പാല് മാത്രം, അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വളരെ വൈരാഗിയായ തപസ്വിയായ വ്യക്തിയായിരുന്നു. അപ്പൊ ശരി, വലിയൊരു തപസ്വി വൈരാഗി വരുന്നു എന്ന് പറഞ്ഞിട്ട് നിഷ്കളങ്കനായ ശ്രീവാസ് ഠാക്കൂർ എന്ത് ചെയ്യും? വീട്ടിനകത്തേക്ക് അനുവദിക്കും പകൽ സമയത്ത്. എന്നിട്ട് പറയും, രാത്രിയാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്, നാമസങ്കീർത്തനം നടത്തുന്നത്. ആ സമയത്ത് അവിടെ ആരും അനുവദിക്കില്ല, റൈറ്റ്? അവിടെ പ്രവേശനം, എന്താ പറയുക, നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ, അങ്ങനെയാണ്. ആർക്കും പ്രവേശിക്കാൻ അനുവാദമില്ല. മഹാപ്രഭുവിന്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും അതിൽ കയറാൻ അനുവാദമില്ല. പക്ഷെ ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ശരി, കുഴപ്പമില്ല, എൻ്റെ വീട്ടിന്റെ ബിൽഡിങ്ങിനകത്ത് നിന്നോളൂ, അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നോ മുകളിൽ നിന്ന് താങ്കൾക്കിത് കണ്ട് ആസ്വദിക്കാം, പക്ഷെ അകത്തേക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഓ ശരി, ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും അകത്ത് കയറിയല്ലോ, റൈറ്റ്? നമ്മൾ ഈ റിസർവേഷനുള്ള ട്രെയിനിൽ എങ്ങനെയെങ്കിലും കയറി പറ്റിയാൽ മതി, പിന്നെ അവസാനം അത് എങ്ങനെയെങ്കിലും TTയോട് പറഞ്ഞ് കൺഫേം ചെയ്യിക്കാം എന്നുള്ളൊരു എല്ലാ ഇന്ത്യക്കാരനും അറിയാവുന്ന ഒരു സൂത്രമാണിത്, അല്ലെ? എന്ന് പറയുന്നത് പോലെ ഈ വൈരാഗി ബ്രഹ്മചാരി കയറി. അന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനം നടക്കുകയാണ്. വളരെ ഉത്സാഹത്തോടെ എല്ലാ ഭക്തന്മാരും തങ്ങളെ മറന്ന് ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനത്തിന് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ചോദിക്കും, പതിവ് പോലെയുള്ള ഒരു ആനന്ദം എനിക്കിന്ന് ലഭിക്കുന്നില്ല, സാധാരണ ഒരു എക്സ്റ്റസി എനിക്കിന്ന് കിട്ടുന്നില്ല. അതിനർത്ഥം ഇവിടെ നിർമ്മല ഹൃദയരല്ലാത്ത ഏതോ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഈ ശ്രീവാസ് സങ്കടത്തിൽ കാണുന്നുണ്ട്, അത് പതിവുള്ളതല്ല. ആരാണ് എൻ്റെ ആനന്ദം, എനിക്ക് എക്സ്റ്റസി വരാതിരിക്കാൻ ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ഉറക്കെ ചോദിക്കും. അപ്പോ അവിടെയുള്ള ഓരോ ഭക്തനും എന്ത് വിചാരിക്കും? എന്തായിരിക്കും വിചാരിക്കുക? ഞാനാണ് എന്ന് പറഞ്ഞ് വിചാരിക്കും. പക്ഷെ ഇതൊരു ക്ലാസ്സില് ജയപതാക സ്വാമി മഹാരാജ്, ഗുരു മഹാരാജ് പറഞ്ഞു, ഇസ്കോൺ ഡിവോട്ടി ആണെങ്കിൽ എന്ത് വിചാരിക്കും? ഞാനല്ല, ഞാൻ അതോ ആ നിൽക്കുന്ന പ്രഭു, ഈ നിൽക്കുന്ന മാതാജി ആയിരിക്കും വിചാരിക്കും, ഇല്ലേ? ആ, അപ്പോ എന്നിട്ട് ഗുരു മഹാരാജ് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ശ്രീവാസ് ഠാക്കൂറിന്റെ അങ്കണത്തിലുള്ള പ്രേമനാഭ സങ്കീർത്തനത്തിന് നമുക്കൊന്നും എൻട്രൻസ് കിട്ടാത്തത്, റൈറ്റ്? സോ അവര് വിചാരിക്കുന്നത് ഞാനാണ് കാരണം. അപ്പൊ എല്ലാരും ഒന്ന് പറയും, മഹാപ്രഭു ഞാൻ പാപിയാണ്, ഞാൻ അപരാധം ചെയ്തവനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മഹാപ്രഭുവിനോട് ക്ഷമ ചോദിക്കുന്നു. മഹാപ്രഭു പറയും, അല്ല, വേറെ ആരോ ഉണ്ട് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയും, ഞാനാണ് കാരണക്കാരൻ. ശ്രീവാസ് താങ്കളോ? ഇല്ല. എന്നിട്ട് പറഞ്ഞിട്ട് പറയും, ഇങ്ങനെ ഒരു ആൾ ഇവിടെ വന്നിരിപ്പുണ്ടെന്ന് പറയും. മഹാപ്രഭു ഗൗരവത്തോടെ പറയും, കോൾ ഹിം, വിളിക്കൂ എന്ന് പറയും. എന്നിട്ട് വിളിക്കും. എന്നിട്ട് ചോദിക്കുക, ആരാണ് താങ്കൾ? കണ്ടു കഴിഞ്ഞാലും മരവുരിയൊക്കെ ഉടുത്ത് മെലിഞ്ഞ് വലിയൊരു ഹിമാലയത്തിൽ നിന്ന് ഇപ്പിറങ്ങി വന്നൊരു തപസ്വിയുടെ ലുക്കുണ്ട് കാണാൻ. അപ്പൊ ആരാണ് താങ്കൾ എന്ന് പറയുമ്പോഴേ, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ വൈരാഗിയാണ്, ഞാൻ ഭൗതിക ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചവനാണ്, എനിക്ക് ത്യാഗമാണ് ജീവിതം, വിരക്തിയാണ്, മോക്ഷമാണ് എൻ്റെ ധർമ്മം എന്നൊക്കെ പറയും. പാല് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു പറയും, പാല് കുടിക്കുന്നു എന്നുള്ളത് മാത്രം കൊണ്ട്, ബാക്കിയൊന്നും ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിങ്ങൾക്ക് പ്രവേശനമില്ല. ഇവിടെ വൈരാഗ്യമാരാവണമെന്നില്ല, ഇവിടെ ഗൃഹസ്ഥന്മാരുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്. അതൊന്നുമല്ല യോഗ്യത. ഇവര് ഹൃദയത്തില് അന്യാഭിലാഷിത ശൂന്യം, ശ്ലോകം അറിയില്ലേ? ജ്ഞാനകർമാദ്യനാവൃതം ഭക്തിരുത്തമ. അപ്പൊ അങ്ങനെ ഉത്തമ ഭക്തി ചെയ്യുന്ന ഭക്തന്മാരാണ് ഇവര്. പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം, പക്ഷെ ഇവരെല്ലാവരുടെയും ക്വാളിറ്റി ഉത്തമ ഭക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ പ്രവേശനമുണ്ട്. താങ്കള് ജ്ഞാനിയാണ്, ഭക്തനല്ല, ദയവായിട്ട് പുറത്തു പോവുക, ഔട്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ അത് പറഞ്ഞപ്പോ ശ്രീവാസ് ടേക്ക് ഹിം ഔട്ട് എന്ന് പറയും.
അപ്പോഴേക്കും ഇവിടുത്തെ ശ്രീവാസ് പ്രഭു അദ്ദേഹത്തിന്റെ ഷട്ടിൽ പിടിച്ചിട്ട് പയ്യെ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് നൈസായിട്ട് അദ്ദേഹത്തെ പുറത്ത് തള്ളിയിട്ട് വാതിലടയ്ക്കും. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഈ എന്താണ് ബ്രഹ്മചാരി പുറത്തിരുന്ന് ആനന്ദിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മഹാപ്രഭുവിന് ആദ്യമേ അറിയാം. സോ മഹാപ്രഭുവിന് ആദ്യം തന്നെ അറിയാമായിരുന്നിരിക്കും അല്ലേ ചൈതന്യ മഹാപ്രഭു എല്ലാവരുടെയും ഹൃദയത്തിലുള്ള പരമാത്മാവാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും മഹാപ്രഭുവിന് ആദ്യമേ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും കുറച്ചു നേരം ഈ പ്രേമനാമ സങ്കീർത്തനത്തിൽ പങ്കെടുക്കാനുള്ള, അത് കാണാനുള്ള ഒരു അവസരം എനിക്ക് തന്ന ശേഷമാണ് പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്ര ഭാഗ്യവാനാണ്, എനിക്ക് ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ സൗഭാഗ്യം വീണ്ടും ലഭിച്ചിരിക്കും, ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഞാൻ ഈ ജന്മം മുഴുവൻ ഞാൻ ഇതിനു വേണ്ടി ഇനി ആഗ്രഹിച്ച് ഈ ജന്മം ഞാൻ തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തു നിന്നൊരു പ്രതിജ്ഞ എടുത്ത് അവിടെ ഇരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ തുടങ്ങി. ഹെവി ആയിട്ട് സങ്കീർത്തനം പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാപ്രഭു പിന്നെയും നിർത്തും. അപ്പോഴേക്കും ഓരോ ഭക്തന്മാർ നോക്കി, ഇനി ആരാണാവോ ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ട് പറയും, ആ പാല് കുടിക്കുന്ന വൈരാഗി ബ്രഹ്മചാരി എവിടെ എന്ന് ചോദിക്കും. ശ്രീവാസ് ഠാക്കൂർ പറയും, മൈ ലോർഡ്, ഇപ്പോഴല്ലേ താങ്കൾ അദ്ദേഹത്തെ പറഞ്ഞു പുറത്ത് വിട്ടു. അപ്പോ ചൈതന്യ മഹാപ്രഭു വാതില് തുറക്കൂ, അകത്തേക്ക് വിളിക്കൂ എന്ന് പറയും. സോ ചൈതന്യ മഹാപ്രഭു കി ജയ്. സോ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോ സി കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ 2 ടൈപ്പ് കീർത്തനമുണ്ട്. ഒന്ന് പബ്ലിക് നാമസങ്കീർത്തനം, അത് എല്ലാവർക്കും പങ്കെടുക്കാം, പബ്ലിക് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പരിശീലനം വഴി നാമജപവും അതുപോലെ സത്സംഗ, നാമജപം, ഭാഗവത ശ്രവണം, ഭക്തിയുത സേവനം, വിഗ്രഹ പൂജ, ഇതൊക്കെ ചെയ്തു വരുമ്പോ പയ്യെ പയ്യെ ഹൃദയം നിർമ്മലമാകേണ്ടതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് മറ്റ് അഭിലാഷങ്ങൾ, ജ്ഞാനകർമാദി അനാവൃതം, അന്യാഭിലാഷിത ശൂന്യമായിക്കൊണ്ടു വരുന്ന സമയത്ത് ക്രമേണ നമുക്ക് പ്രേമനാമ സങ്കീർത്തനം, മഹാപ്രഭുവിന്റെ ഇന്നർ സർക്കിൾ, അതില് പ്രവേശിക്കാനുള്ള അനുമതി കിട്ടും. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ തന്നെ പുറത്തുനിന്ന് അതിനുവേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആ വാതിൽ തുറന്ന് പ്രവേശിക്കാൻ സാധിക്കും. തുടർന്ന് വായിക്കാം. 36 കീർത്തന വായിച്ചോളൂ, ഞാൻ തന്നെ പറഞ്ഞു. കീർത്തന ശൂനി ബാഹിരേ താരജ്വലി പുടിമാരേ ശ്രീവാസേരേ ദുഃഖദിതേ നാനായുക്തി കരേ. അപ്രകാരം അവിശ്വാസികൾ ഏറെക്കുറെ ഭസ്മീകരിക്കപ്പെടുകയും അസൂയ മൂലം മൃതപ്രായരാവുകയും ചെയ്തു. പ്രതികാരം ചെയ്യുന്നതിന് അവർ ശ്രീവാസ് ഠാക്കൂറിനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പല വിധത്തിൽ പദ്ധതികളിട്ടു. ഏകദിന വിപ്രനാമ ഗോപാല ചാപാല പാഷണ്ഡി പ്രധാനസേ ദുർമുഖ വാചാല ഭവാനി പൂജാരേ സഭ സാമഗ്രിലന രാത്രി ശ്രീവാസാരേ ദ്വാരേ സ്ഥാന ലേപാന. ഒരു രാത്രിയിൽ ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിൽ കീർത്തനം നടക്കുമ്പോൾ ദുർമുഖനും വാചാലനും അവിശ്വാസികളുടെ നേതാവുമായ ഗോപാല ചാപാലൻ എന്ന ബ്രാഹ്മണൻ ദുർഗാദേവിയെ പൂജിക്കുന്നതിനുള്ള അനുസാരികളെല്ലാം ശ്രീവാസ് ഠാക്കൂറിന്റെ വീടിന്റെ വാതിലിൽ കൊണ്ടുവന്ന് വെച്ചു. ഭാവാർത്ഥം ശ്രീവാസ് ഠാക്കൂർ യഥാർത്ഥത്തിൽ ഒരു ശാക്തൻ അഥവാ ദുർഗാദേവിയുടെ ആരാധകനാണെന്നും വൈഷ്ണവനായി അഭിനയിക്കുകയാണെന്നും തെളിയിച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ഗോപാല ചാപാലൻ എന്ന ബ്രാഹ്മണൻ ശ്രമിച്ചു. ബംഗാളിൽ കാളി ഭക്തന്മാരും കൃഷ്ണഭക്തന്മാരും നിരന്തരം മത്സരമുണ്ട്. ബംഗാളികളിൽ പ്രത്യേകിച്ച് മാംസഭോജികളും മദ്യപാനികളുമായവർ ദുർഗ, കാളി, ശീതള, ചണ്ഡി എന്നീ ദേവതമാരെ തീവ്രമായി ആരാധിക്കുന്നവരാണ്. ശാക്തന്മാർ അഥവാ
ശക്തിതത്വത്തെ ആരാധിക്കുന്നവരായി അറിയപ്പെടുന്ന അത്തരം ഭക്തന്മാർ എല്ലായ്പ്പോഴും വൈഷ്ണവരോട് ദ്വേഷമുള്ളവരാണ്. ശ്രീവാസ് ഠാക്കൂർ നവദ്വീപിലെ പ്രശസ്തനും ബഹുമാന്യനുമായ ഒരു വൈഷ്ണവനായിരുന്നതിനാൽ അദ്ദേഹത്തെ ശാക്തരുടെ തലത്തിലേക്ക് താഴ്ത്തി കാണിച്ച് അദ്ദേഹത്തെ അന്തസ്സിന് കോട്ടം വരുത്താൻ ഗോപാലചാപാലൻ ആഗ്രഹിച്ചു. അതിനാൽ അവൻ ശ്രീവാസ് ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽക്കൽ ശിവപത്നിയായ ഭവാനിയെ പൂജിക്കുന്നതിന് ആവശ്യമുള്ള ചുവന്ന പുഷ്പം, വാഴയില, ഒരു കുപ്പി മദ്യം, രക്തചന്ദന കുഴമ്പ് തുടങ്ങിയ സാമഗ്രികൾ സ്ഥാപിച്ചു. പ്രഭാതത്തിൽ തന്റെ ഗൃഹത്തിന്റെ വാതിൽക്കൽ ഈ സാമഗ്രികളെല്ലാം കണ്ട് ശ്രീവാസ് ഠാക്കൂർ മാന്യരും ആദരണീയമായ അയൽവാസികളെ വിളിച്ച് വരുത്തി ഈ സാമഗ്രികളെല്ലാം കാണിച്ചു. രാത്രിയിൽ താൻ ഭവാനിയെ പൂജിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ദുഃഖിതരായ അയൽവാസികൾ ഒരു തൂപ്പുകാരനെ വിളിച്ച് സാധനങ്ങളെല്ലാം നീക്കിച്ചു. ജലവും ചാണകവും തെളിച്ച് അവിടെ ശുദ്ധിയാക്കി. ഗോപാലചാപാലനുമായി ബന്ധപ്പെട്ട ഈ സംഭവം ചൈതന്യ ഭാഗവത്തിൽ പരാമർശിച്ചിട്ടില്ല. ശ്ലോകം 39. കലാര പാദ ഉപരേ തുയിലെ ഓടഭുല ഹരീന്ദ്ര സിന്ദൂര ആര രക്തചന്ദന തണ്ടുല. ഒരു വാഴയിലിൽ അവൻ ആരാധനയ്ക്ക് ആവശ്യമായ ഓടപുഷ്പം, മഞ്ഞൾ, സിന്ദൂരം, രക്തചന്ദനം, അരി മുതലായവ വെച്ചു. ശ്ലോകം 40. മദ്യപാണ്ഡ പാശേധരി നിജഘരെ ഗേല പ്രാതകാലെ ശ്രീവാസ താഹത ദേഖില. വിവർത്തനം. ശിവയുടെ സമീപത്ത് ഒരു പാത്രം മദ്യവും വെച്ചു. പ്രഭാതത്തിൽ ഗൃഹ കവാടം തുറന്ന് ശ്രീവാസ് ഠാക്കൂർ ഇവയെല്ലാം കണ്ടു. 41. ബടബട ലോകേ സഭ ആനില ബോലായിയ സവാരെ കഹെ ശ്രീവാസ ഹാസിയ ഹാസിയ. ശ്രീവാസ് ഠാക്കൂർ അയൽവാസികളായ ബഹുമാന്യ ജനങ്ങളെ എല്ലാം വരുത്തി അവരോട് പുഞ്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു. നിത്യരാത്രി കരിയാമി ഭവാനി പൂജന അമര മഹിമ ദേഖേ ബ്രാഹ്മണ സജ്ജന. മാന്യജനങ്ങളെ എല്ലാ രാത്രിയിലും ഞാൻ ഭവാനി പൂജ ചെയ്യുന്നു. പൂജയ്ക്കുള്ള സാമഗ്രികൾ ഇവിടെ കാണാവുന്നതിനാൽ മാന്യ ബ്രാഹ്മണരും ഉന്നത കുലീനരുമായ നിങ്ങൾക്ക് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. ഭാവാർത്ഥം മിസ്റ്റർ പ്രഭുപാദ് കി ജയ്. വൈദിക സമ്പ്രദായ പ്രകാരം 4 ജാതികളുണ്ട്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അവർക്ക് താഴെ പഞ്ചമരുമുണ്ട്, 5ാം വർഗത്തിലെ അംഗങ്ങൾ. അവർ ശൂദ്രരേക്കാൾ അധമരാണ്. ഉയർന്ന ജാതിക്കാർ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും പോലും ബ്രാഹ്മണ സജ്ജനങ്ങൾ എന്നറിയപ്പെടുന്ന ബ്രാഹ്മണർ പ്രത്യേകിച്ച് തന്നെ സജ്ജനങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തെയും നയിക്കുന്ന ആദരണീയരായ മാന്യന്മാർ എന്നറിയപ്പെടുന്നു. ഗ്രാമങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കാൻ ജനങ്ങൾ ഈ ആദരണീയരായ ബ്രാഹ്മണരെ സമീപിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ബ്രാഹ്മണരെയും സജ്ജനങ്ങളെയും കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. അതിനാൽ ഓരോ ഗ്രാമവും നഗരവും വിഘടിച്ച് സന്തോഷവും സമാധാനവും ഇല്ലാതായി തീർന്നിരിക്കുന്നു. സംസ്കാരപൂർണമായ ഒരു സമൂഹം വീണ്ടെടുക്കുന്നതിന് ലോകം മുഴുവൻ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ആയുള്ള ശാസ്ത്രീയമായ സാമൂഹിക വിഭജനം ഏർപ്പെടുത്തണം. അല്ലാത്ത പക്ഷം കുറച്ചു ജനങ്ങളെയെങ്കിലും ബ്രാഹ്മണരായി പരിശീലിപ്പിക്കില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഇവിടെ പറയുന്നത് ചാതുർവർണ്ണത്തെ കുറിച്ചാണല്ലേ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അവർക്ക് താഴെ പഞ്ചമരുമുണ്ട്. അതിന് താഴെ കുറെ പേരുണ്ട്. അതിന് താഴെ ചണ്ടാളന്മാരും പിന്നെ അതിന് താഴെ അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോ ബ്രാഹ്മണരുടെ പ്രാധാന്യം പറയുകയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് 3 പേര് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഇവരെല്ലാവരെയും ബ്രാഹ്മണ സജ്ജനങ്ങൾ എന്ന് പറയും. കറക്റ്റ്. ഇവർ 3 പേർക്കും പൂണൂല് സ്വീകരിക്കാനുള്ള ഉപവീതം, യജ്ഞോപവീതം സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ. അത് ജന്മം കൊണ്ടല്ല, അവരുടെ എങ്ങനെ പറയുക, ഗുണകർമ്മ വിഭാഗശാല, അവരുടെ ഗുണം കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും ഇന്റേണൽ ക്വാളിറ്റിയും അവരുടെ ആക്ടിവിറ്റിയും നോക്കിയിട്ടാണ് ആൾക്കാരെ ഇങ്ങനെ തീരുമാനിക്കുന്നത്. അവരെയാണ് ദ്വിജബന്ധു എന്ന് പറയുന്നത്. ബ്രാഹ്മണ ദ്വിജബന്ധു അതാണ്. ബന്ധു എന്ന് പറഞ്ഞാല് ഒരു പതിതനായ ബ്രാഹ്മണനെ ബ്രാഹ്മണ ബന്ധു
ദ്വിജബന്ധു എന്ന് പറയും. ഉം, എന്നുവെച്ചാൽ ബ്രാഹ്മണന്റെ ബന്ധുവാണ്, പക്ഷെ ബ്രാഹ്മണനല്ല, അങ്ങനെ പറയും. ഉം. അപ്പൊ ക്ഷത്രിയരെ ഇവരെ പറയില്ലല്ലേ, ഇവരെ അല്ല അങ്ങനെ പറഞ്ഞു. അല്ല, ദ്വിജബന്ധു എന്ന് പറഞ്ഞാൽ ഒരു പതിതനായ ബ്രാഹ്മണന് ദ്വിജബന്ധു എന്നും, ക്ഷത്രിയൻ പതിതനാണെങ്കിൽ ക്ഷത്രബന്ധു എന്നും പറയും. ഉം. റൈറ്റ്? അങ്ങനെ അങ്ങനെ പറയാറുണ്ട്. എന്നുവെച്ചാൽ പ്രഭുപാദ് സിമ്പിളായിട്ട് പറയുന്നു, ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മകനോ മകളോ ജന്മം കൊണ്ടൊരു ഹൈക്കോടതി ജഡ്ജി ആവാൻ സാധിക്കുമോ? ഇല്ല. ജനിച്ചതൊരു ഹൈക്കോടതി ജഡ്ജിയുടെ മകനാണെന്ന് പറയുന്നത് കൊണ്ട് ആ ജന്മം കൊണ്ടാവില്ലല്ലോ. ഡിഗ്രി എടുത്ത് അതെ, പഠിച്ചു. ആകാനുള്ള എന്താ പറയാ, സന്ദർഭവും സൗകര്യവും ആ വ്യക്തിക്കുണ്ട്. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് തീർച്ചയായിട്ടും, ഇല്ലേ? കുലമഹിമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മകനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, മകളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചാൻസ് ഉണ്ട് ഹൈക്കോടതി ജഡ്ജി ആവാൻ. അതുപോലെ ഏത് തൊഴിലാണെങ്കിലും. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നത്, പ്രത്യേകിച്ചും ബ്രാഹ്മണരെ കുറിച്ച് പറയുകയാണ്, ഗ്രാമങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കാൻ ജനങ്ങൾ ഈ ആദരണീയരായ ബ്രാഹ്മണരെ സമീപിക്കുമായിരുന്നു. എന്തുകൊണ്ട്? അവർക്ക് പക്ഷപാതം, ഒരു പക്ഷമെടുത്ത് മറ്റൊരു പക്ഷത്തെ ഇകഴ്ത്താനോ അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടാവില്ല, ഉണ്ടായിരിക്കരുത്. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു, സംസ്കാരപൂർണമായ സമൂഹം വീണ്ടെടുക്കുന്നതിന് ലോകം മുഴുവൻ ഇങ്ങനെ സമൂഹത്തിനെ 4ആയിട്ട് വിഭജിക്കണം, ആൾക്കാരുടെ ഗുണവും കർമ്മവും കൊണ്ട്. പക്ഷേ കുറഞ്ഞ പക്ഷം എവിടെ നിന്ന് തുടങ്ങണം? ബ്രാഹ്മണരിൽ നിന്ന് തുടങ്ങണം. ബ്രാഹ്മണരായി പരിശീലിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവില്ല. സോ പ്രഭുപാദും പറഞ്ഞു, ഇന്റലിജന്റ് പീപ്പിൾ, റൈറ്റ്? ബുദ്ധി എന്ന് പറഞ്ഞാല് ബ്രാഹ്മണർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണോ പറയുന്നത്? അല്ല, ക്ഷത്രിയർക്ക് അല്ല. ബുദ്ധിയുണ്ട്, വൈശ്യർക്ക് ബിസിനസ് ബുദ്ധിയുണ്ട്, ശൂദ്രർക്കും ഉണ്ട്. ശൂദ്രർക്കും ബുദ്ധിയുണ്ട്. ഒരു മൺകുടം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ കളിമണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കില്ല, ഇല്ലേ? ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിയുണ്ട്. എന്തിനു പറയുന്നു? മൃഗങ്ങൾക്ക് പോലും ബുദ്ധിയുണ്ട്, ഇല്ലേ? എവിടെ പാല് വെച്ചാലും പൂച്ച അത് കണ്ടുപിടിച്ച് കുടിക്കും. ഉം. ഉറുമ്പുകൾക്ക് ബുദ്ധിയുണ്ട്, എല്ലാത്തിനും ബുദ്ധിയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ പറയാ, വിവേകം എന്ന് പറയും. അതൊരു പ്രത്യേകതരം ബുദ്ധിയാണ്. വിവേകം എന്ന് പറഞ്ഞാല് തിരിച്ചറിവ്. തിരിച്ചറിവ്. ശരിയും അതെ, തെറ്റും തിരിച്ചറിവ്. വിവേചിക്കാനുള്ള അറിവ്. ശരിയും തെറ്റും തിരിച്ചറിവ് എന്നുള്ളതിനെ കാട്ടിലും, ആ ശരിയും തെറ്റെന്നുള്ളത് ബ്രാഹ്മണരുടെ കേസിൽ അതിനെ വിവേചിക്കുന്നത് സത് അസത്, റൈറ്റ്? സത് എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ളത്, അസത്ത് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ളത്. ഇപ്പൊ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സത്താണ്, ബാക്കിയുള്ളത് അസത്താണ്. സോ അങ്ങനെ ഒരു വിവേചനം ചെയ്ത് എന്താണ് സദ്ധർമ്മം എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന വ്യക്തികളാണ് ബ്രാഹ്മണർ. അങ്ങനെയുള്ളവർ വേണം എന്നാണ് പറയുന്നത്. അവര് സമൂഹത്തിന് നേതൃത്വം കൊടുക്കണം എന്നും പറയുന്നുണ്ട്. തുടർന്ന് വായിക്കാം. അടുത്ത, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതെ, ഇന്ന് നമുക്കത് കാണാൻ പറ്റും, പേപ്പർ എടുത്ത് നോക്കിയാൽ. അതെ. അടുത്ത ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അടുത്ത ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ വായിക്കാം. ശ്ലോകം 43. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. സബേ സഭാശിഷ്ടലോക കരേ ഹാഹാകാര ഐച്ചേ കർമ്മ ഹേദ കൈല കൊണ്ടൂരാചാര. വിവർത്തനം പ്രഭാതിരെ. അപ്പോൾ അവിടെ കൂടിയ എല്ലാ മനുഷ്യ വ്യക്തികളും മാന്യ വ്യക്തികളും അതിശയത്തോടെ ഘോഷിച്ചു, എന്താണിത്, എന്താണിത്? ആരാണ് ഇത്തരം ദ്രോഹപ്രവൃത്തികൾ ചെയ്തത്? ആരാണ് ആ ദുരാചാരി? ശ്ലോകം 44. ഹഡിഗേ അനിയ സഭ ദുരകരായില ജലഗോമയ ദിയ സേസ്ഥാന ലോപായില. വിവർത്തനം. അവർ ഒരു തൂപ്പുകാരനെ വരുത്തി പൂജാ സാമഗ്രികളെല്ലാം ദൂരെ കളയിക്കുകയും അവ വെച്ചിരുന്ന സ്ഥലം ജലവും ചാണകവും ഉപയോഗിച്ച് ശുദ്ധിയാക്കുകയും ചെയ്തു. ഭാവാർത്ഥം. മലം തുടച്ചു നീക്കുക, തെരുവുകൾ അടിച്ചു വൃത്തിയാക്കുക തുടങ്ങിയ പൊതു ശുചീകരണ പ്രവർത്തികളിൽ മുഴുകുന്ന
വൈദിക സമൂഹത്തിലെ ആളുകളെ ഹാഡികൾ എന്ന് വിളിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അവർ അസ്പൃശ്യരാണ്, പ്രത്യേകിച്ചും അവരുടെ തൊഴിലിൽ മുഴുകുമ്പോൾ. എങ്കിലും അത്തരം ഹാഡികൾക്കും ഭക്തരാകാൻ അവകാശമുണ്ട്. ഇത് ഭഗവത്ഗീതയിൽ 9:32 സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നു: മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേപ്യുസു പാപയോനയാ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേപി യാന്തി പരാം ഗതിം. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി, അവർക്ക് പരമപദം പ്രാപിക്കാൻ സാധിക്കും. ഭാരതത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ധാരാളം അസ്പൃശ്യരുണ്ട്. പക്ഷേ വൈഷ്ണവ തത്വങ്ങൾ അനുസരിച്ച് ആധ്യാത്മിക തലത്തിലുള്ള ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം സ്വീകരിക്കാനും തദ്വാര ക്ലേശങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാനും എല്ലാവരും സ്വാഗതം ചെയ്യപ്പെടുന്നു. ഭൗതികമായ മാർഗങ്ങളിലൂടെ സമത്വവും സാഹോദര്യവും ഒരിക്കലും സാധ്യമാകില്ല. തൃണാദപി സുനീചേന തരോരിവ സഹിഷ്ണുന എന്ന് മഹാപ്രഭു പ്രഖ്യാപിച്ചപ്പോൾ ഒരുവൻ നിശ്ചയമായും ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിന് അതീതനായിരിക്കണമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു. താൻ ശരീരമല്ലെന്നും ആത്മാവാണെന്നും ഉറപ്പായി ബോധ്യമാകുമ്പോൾ അവൻ അധമജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനേക്കാൾ വിനീതനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ആത്മീയോന്നതി കൈവരിച്ചിരിക്കുന്നു. താൻ ഒരു പുൽക്കൊടിയേക്കാൾ താഴ്ന്നവനാണെന്ന് സ്വയം ചിന്തിക്കുന്ന വിനയത്തെ സുനീചത്വമെന്നും ഒരു വൃക്ഷത്തേക്കാൾ സഹനശക്തിയുള്ളവനാകുന്നതിനെ സഹിഷ്ണുത്വമെന്നും ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികതാ സങ്കല്പത്തിൽ ശ്രദ്ധ ചെലുത്താതെ ഭക്തിയുത സേവനത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെ അമാനിത്വം എന്നും പറയുന്നു. അപ്രകാരം സ്ഥിതി ചെയ്യുന്ന ഒരു ഭക്തൻ മാനദൻ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം അവൻ മറ്റുള്ളവർക്ക് മടി കൂടാതെ ആദരം നൽകാൻ തയ്യാറാകുന്നു. മഹാത്മാഗാന്ധി അസ്പൃശ്യരെ ശുദ്ധീകരിക്കുന്നതിന് ഹരിജന പ്രസ്ഥാനം ആരംഭിച്ചു. പക്ഷേ അത് ഒരു പരാജയമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ചില ഭൗതിക ക്രമീകരണങ്ങളിലൂടെ ഒരുവന് ഹരിജനം അഥവാ ഭഗവത് സഹചാരിയാകാൻ സാധിക്കുമെന്ന് അദ്ദേഹം കരുതി. അത് സാധ്യമല്ല. താൻ ശരീരമല്ലെന്നും മറിച്ച് ആത്മാവാണെന്നും ബോധ്യമാകാത്ത പക്ഷം അവൻ ഹരിജനാകുന്ന പ്രശ്നമേയില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയുടെയും കാലടികൾ പിന്തുടരാത്തവർക്ക് ജഡത്തെയും ചേതനയെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. ആയതിനാൽ അവരുടെ എല്ലാ ആശയങ്ങളും പ്രശ്നങ്ങളുടെ സങ്കീർണ സമ്മിശ്രമല്ലാതെ മറ്റൊന്നുമാകുന്നില്ല. അവർ വാസ്തവത്തിൽ മായാദേവിയുടെ സംഭ്രമിപ്പിക്കുന്ന വലയത്തിൽപ്പെട്ട് നഷ്ടപ്രായരാകുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്ന ഒരേ കാര്യം, ഹരിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? വെറുതെ ഒരു പേര് കൊടുത്ത് കുറച്ചു പേരെ ഹരിജൻ ആക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അവര് ഹരിജൻ ആകുന്നില്ല. താൻ ശരീരമല്ലെന്നും ആത്മാവാണെന്നും ബോധ്യമാകാത്ത പക്ഷം അവൻ ഹരിജനാകുന്ന പ്രശ്നമേ ഇല്ല. ചൈതന്യ മഹാപ്രഭുവിന്റെയും അവിടുത്തെ ശിഷ്യ പരമ്പരയുടെയും കാലടികൾ പിന്തുടരാത്തവർക്ക് ജഡത്തെയും ചേതനയെയും, നമ്മൾ നേരത്തെ പറഞ്ഞ സത് അസത് ഇല്ലേ, ഒരു ബ്രാഹ്മണന്റെ ലക്ഷണം അതാണ്. അപ്പൊ ജഡത്തെയും ചേതനയെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. ആ ഒരു വിവേചന ബുദ്ധി, വിവേകം വളരുമ്പോഴാണ് ഒരാള് ബ്രാഹ്മണനാകുന്നത്, അപ്പോഴാണ് വൈഷ്ണവനാകുന്നത്, ഹരിജനാകുന്നത്. റൈറ്റ്? തുടർന്ന് വായിച്ചോളൂ. ഹാഡികളെ പറ്റി പറഞ്ഞില്ല ഇന്നത്തെ. ഹാഡി എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി വാക്കായിരിക്കും. അത് ശുദ്ധി ചെയ്യുന്ന വ്യക്തികൾ അല്ലെ, തൂപ്പുകാരും അങ്ങനെയുള്ള വ്യക്തികൾ. 45 വായിക്കുന്നുണ്ടാവില്ല. ഹരേ കൃഷ്ണ. വായിച്ചോളൂ പ്രഭു. പ്രഭു വായിച്ചോളൂ. നിർത്താം പ്രഭു. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല മാതാജി, വായിക്കോ. ഹരേ കൃഷ്ണ. അവസരങ്ങൾ. ഹരേ കൃഷ്ണ. ശ്ലോകം 45. ദിന ദിന
सेई गोपाल चापाल സർവാംഗേ ഹൈല കുഷ്ഠവാഹേ രക്തധാര. വൃത്തനം ബൈ ശ്രീല പ്രഭാത് കി ജയ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ചാപാലന് കുഷ്ഠരോഗം ബാധിച്ചു. അവന്റെ ശരീരത്തിൽ സർവാംഗം വ്രണങ്ങളുണ്ടായി. അവയിൽ നിന്ന് രക്തമൊലിച്ചു. ശ്ലോകം 46. സർവാംഗ ബേഡീല കീടെ കാടെ നിരന്തര അസഹ്യ വേദന ജഡയെ അന്തര. വർത്തനം ശ്രീ പ്രഭാത് കി ജയ്. ശരീരം മുഴുവൻ അണുക്കളും കീടങ്ങളും കടിച്ചുകൊണ്ടിരുന്ന ചാപാലന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. അവന്റെ ശരീരം മുഴുവൻ ഉത്കടമായ വ്യതയിൽ ദഹിച്ചു. ശ്ലോകം 47. ഗംഗാ ഘാടേ വൃക്ഷതലേ രഹേ തവസിയ ഏകദീന ബലെ കി ചൂകെ ദേഖിയ. വർത്തനം ശ്രീ പ്രഭാത് കി ജയ്. കുഷ്ഠം പടർന്നു പിടിക്കുന്ന ഒരു രോഗമായതിനാൽ ഗോപാല ചാപാലൻ ഗ്രാമം വിട്ടുപോയി ഗംഗാതീരത്ത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. ഒരു ദിവസം അവൻ ചൈതന്യ മഹാപ്രഭു അതിലെ കടന്നു പോകുന്നത് കാണുകയും അവിടുന്നിനോട് ഇപ്രകാരം പറയുകയും ചെയ്തു. ശ്ലോകം 48. ഗ്രാമസംബന്ധേ അമി തോമരമതുല ഭാഗിന മുയെ കുഷ്ഠ വ്യാധീതേ ഹനാചി വ്യാകുല. വർത്തനം ശ്രീല പ്രഭാത് കി ജയ്. പ്രിയ ഭാഗിന, നമ്മുടെ ഗ്രാമീണ ബന്ധത്തിൽ ഞാൻ നിന്റെ അമ്മാവനാണ്. ഈ കുഷ്ഠം എത്രയധികം എന്നെ ബാധിച്ചുവെന്ന് ദയവായി കാണുക. ശ്ലോകം 49. ലോകസഭ ഉദ്ധാരിതേ തോമാര അവതാര മുനി ബഡ ദുഃഖി മോരെ കരഹ ഉദ്ധാര. വർത്തൻ ബൈ ശ്രീല പ്രഭാത് കി ജയ്. അങ്ങയുടെ ഈ അവതാരം അനേകം പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നു. ഞാൻ അത്യന്തം ദുഃഖിതനായ ഒരു പതിതനാണ്. അങ്ങയുടെ കാരുണ്യത്താൽ ദയവായി എന്നെ മോചിപ്പിക്കണമേ. ഭാവാർത്ഥം. ഗോപാല ചാപാലൻ പാപിയും വാചാൽ ഉപദ്രവകാരിയുമായിരുന്നെങ്കിലും അവന് ലൗകിക ഗുണമുണ്ടായിരുന്നതായി കാണപ്പെടുന്നു. അപ്രകാരം അവൻ മഹാപ്രഭു എല്ലാ പതിതാത്മാക്കളെയും മോചിപ്പിക്കാൻ ആഗതനായ ഭഗവാനാണെന്ന് വിശ്വസിക്കുകയും സ്വന്തം മോചനത്തിനായി ഭഗവാന്റെ കാരുണ്യം തേടി അപേക്ഷിക്കുകയും ചെയ്തു. പാപിയുടെ മോചനത്തിൽ അവന്റെ ശാരീരിക രോഗങ്ങളുടെ ചികിത്സ അടങ്ങുന്നില്ലെന്ന് അവൻ അറിയില്ലായിരുന്നു. മനുഷ്യൻ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുമ്പോൾ അവന്റെ ശാരീരിക രോഗങ്ങളും സ്വയമേ ഭേദമാക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഗോപാല ചാപാലൻ കുഷ്ഠരോഗം മൂലമുള്ള അവന്റെ ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മാത്രം മുക്തനാകാൻ ആഗ്രഹിച്ചു. അവന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ശ്രീ ചൈതന്യൻ സ്വീകരിച്ചെങ്കിലും ക്ലേശങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം അവനെ അറിയിക്കാൻ ആഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. പ്രഭു വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 50. ഏതശുനി മഹാപ്രഭുരഹൈല ക്രുധമാന ക്രോധവേഷ ബലെ താരെ തർജന വചന. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. ഇത് ശ്രവിച്ച മഹാപ്രഭു അത്യന്തം ക്രൂദ്ധനായി. ആ ക്രോധാവേശത്തിൽ അദ്ദേഹം അവനെ ശാസിച്ചുകൊണ്ട് കുറെ വാക്കുകൾ പറഞ്ഞു. ശ്ലോകം 51. ആരേ പാപി ഭക്തദ്വേഷി തോരേ ന ഉദ്ധാരിമോ തോടി ജന്മ ഏ മതേ പീഡായ ഖാവോയാം യിമോ. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. ഭക്തരോട് ശത്രുതയുള്ള പാപി, ഞാൻ നിന്നെ മോചിപ്പിക്കുകയില്ല, മറിച്ച് നിന്നെ ഈ അണുക്കളെ കൊണ്ട് കോടിക്കണക്കിന് വർഷങ്ങളോടെ ഞാൻ കടിപ്പിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭാത് കി ജയ്. നമ്മുടെ എല്ലാ ക്ലേശങ്ങൾക്കും, പ്രത്യേകിച്ച് രോഗങ്ങൾക്ക് കാരണം നമ്മുടെ പൂർവ്വ പാപകർമ്മങ്ങളാണെന്ന് ഇവിടെ നാം ശ്രദ്ധിക്കണം. പാപ പ്രവൃത്തികളിൽ വെച്ച് ഏറ്റവും ഗുരുതരവും ശത്രുത മൂലം ഒരു പരിശുദ്ധ ഭക്തനെതിരെ നടത്തുന്ന പ്രവൃത്തികളാണെന്ന് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഗോപാല ചാപാലൻ അവന്റെ ക്ലേശത്തിന്റെ കാരണം മനസ്സിലാക്കണമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചു. ഭഗവാന്റെ ദിവ്യനാമം പ്രക്ഷേപണം ചെയ്യുന്നതിൽ മുഴുകുന്ന ഏതൊരു പരിശുദ്ധ ഭക്തനെയും നിരോധിക്കുന്നവർ തീർച്ചയായും ഗോപാല ചാപാലൻ ശിക്ഷിക്കപ്പെട്ടതുപോലെ ശിക്ഷിക്കപ്പെടും. ഇത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശമാണ്. നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണാൻ പോകുന്ന പോലെ ഒരു പരിശുദ്ധ ഭക്തനോട് അപരാധം ചെയ്യുന്ന ഒരുവൻ അതിൽ ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുകയും പ്രായശ്ചിത്തം നടത്തുകയും ചെയ്യുന്നതുവരെ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും അവന് സംതൃപ്തനാവുകയില്ല. ശ്ലോകം 52. ശിവസേ കരായില തുയി ഭവാനി പൂജന
കോടി ജന്മാഹ ബേതോര രൗരവേ പതന. വിവർത്തനം ശ്രീ പ്രഭാതിക്ക്. ശ്രീവാസ ഠാക്കൂർ ഭവാനി ദേവിക്ക് പൂജ ചെയ്തായി നീ വരുത്തി തീർത്തു. ഈ അപരാധത്തിന് നീ കോടി ജന്മങ്ങൾ നരകവാസം അനുഭവിക്കണം. ഭാവാർത്ഥം ശ്രീ പ്രഭാതിക്ക്. മദ്യപിക്കാനും മാംസം ഭക്ഷിക്കാനും ആഗ്രഹമുള്ള അനേകം താന്ത്രികർ ഭവാനി ദേവിയെ ശ്മശാനത്തിൽ വെച്ച് പൂജിക്കുന്ന ക്ഷുദ്രകർമ്മങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ഇത്തരം പൂജ കൃഷ്ണന് ചെയ്യണം. ഭക്തിയുത സേവനത്തോളം തന്നെ ശ്രേഷ്ഠമാണെന്ന് ഈ വിഡ്ഢികൾ കരുതുന്നു. പക്ഷേ സ്വാമിമാരെന്നും യോഗിമാരെന്നും പറയപ്പെടുന്നവർ ചെയ്യുന്ന അത്തരം നിന്ദ്യമായ താന്ത്രിക കർമ്മങ്ങൾ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനാൽ അപലപിക്കപ്പെടുന്നു. മദ്യപിക്കാനും മാംസം ഭക്ഷിക്കാനും വേണ്ടിയുള്ള അത്തരം ഭവാനി പൂജ ഒരുവനെ നരകീയ ജീവിതത്തിലേക്ക് എടുത്തെറിയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ആ ആരാധനാ രീതി തന്നെ നരകീയമാണ്. അതിന്റെ ഫലം നരകീയമായിരിക്കുമെന്ന് പറയേണ്ടതില്ല. ഏത് രീതി അവലംബിച്ചാലും അന്തിമമായി ബ്രഹ്മത്തിൽ ചില മൂഢന്മാർ പറയുന്നു. എന്നാൽ അത്തരം വ്യക്തികൾ എങ്ങനെയാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നതെന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയുന്നു. ബ്രഹ്മം സർവ്വവ്യാപിയാണ്. പക്ഷേ വ്യത്യസ്ത വസ്തുക്കളിൽ ബ്രഹ്മത്തെ കണ്ടറിയുന്നത് വ്യത്യസ്ത ഫലങ്ങളിലേക്ക് നയിക്കുന്നു. ഭഗവത്ഗീതയിൽ 4:11 ഭഗവാൻ പറയുന്നു, യേ യഥാമാം പ്രപദ്യന്തെ താം സദൈവ ഭജാമ്യം അഹം. എന്നിൽ ശരണം പ്രാപിക്കുന്ന അനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. മായാവാദികൾ നിശ്ചയമായും ചില വശങ്ങളിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. പക്ഷെ മദ്യത്തിലൂടെയും സ്ത്രീകളിലൂടെയും മാംസഭക്ഷിക്കുന്നതിലൂടെയുമുള്ള ബ്രഹ്മസാക്ഷാത്കാരം ഭക്തന്മാർക്ക് കീർത്തനത്തിലൂടെയും നൃത്തത്തിലൂടെയും പ്രസാദഭക്ഷണത്തിലൂടെയും ലഭിക്കുന്ന അതേ ബ്രഹ്മസാക്ഷാത്കാരമല്ല. മായാവാദികൾ അധമമായ ജ്ഞാനം ലഭിച്ചവരാകയാൽ എല്ലാ തരത്തിലുള്ള ബ്രഹ്മസാക്ഷാത്കാരവും ഒരുപോലെയാണെന്ന് കരുതുന്നു. അവർ വൈവിധ്യം പരിഗണിക്കുന്നതുമില്ല. കൃഷ്ണൻ എല്ലായിടത്തുമുണ്ടെങ്കിലും തന്റെ സങ്കല്പാതീതമായ ശക്തിയാൽ ഒരേ സമയത്ത് എല്ലായിടത്തും ഇല്ലതാനും. അപ്രകാരം താന്ത്രിക സമ്പ്രദായ പ്രകാരമുള്ള ബ്രഹ്മസാക്ഷാത്കാരവും പരിശുദ്ധ ഭക്തന്മാരുടെ ബ്രഹ്മസാക്ഷാത്കാരവും ഒന്നല്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നത ബിന്ദുവായ കൃഷ്ണാബോധത്തിൽ എത്താത്ത പക്ഷം ഒരുവൻ ശിക്ഷാർഹനാണ്. കൃഷ്ണാബോധസ്ഥരായ ഭക്തർ ഒഴികെയുള്ള എല്ലാവരും ഒരു അളവ് വരെ പാഷാണ്ഡികൾ അല്ലെങ്കിൽ അസുരന്മാരാണ്. അതിനാൽ അവർ പരമോന്നതനായ ഭഗവാനാൽ ദണ്ഡന അർഹനുമാണ്. ഇത് താഴെ പ്രസ്താവിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. തുറന്നു വായിക്കണോ? വായിച്ചോളൂ പ്രഭു, അടുത്തും കൂടി. ശ്ലോകം 53. പാഷാഢി സംഹാരിതേ മോരായേ അവതാര പാഷാണ്ഡി സംഹാരി ഭക്തി കരിമു പ്രചാര. വിവർത്തനം ശീലപ്രഭാതിക്ക്. ഞാൻ ഈ അവതാരത്തിൽ പ്രത്യക്ഷനായത് എല്ലാ അസുരന്മാരെയും, അതായത് പാഷാണ്ഡികൾ നിഗ്രഹിക്കുന്നതിനും അവരെ വധിച്ചതിനു ശേഷം ഭക്തി പ്രചരിപ്പിക്കുന്നതിനുമാണ്. ഭാവാർത്ഥം ശീലപ്രഭാതിക്ക്. ശ്രീ ചൈതന്യന്റെ ദൗത്യം ഭഗവാൻ കൃഷ്ണന്റെ അതേ ദൗത്യമാണ്. അദ്ദേഹം ഭഗവത്ഗീതയിൽ 4.7-8 പ്രസ്താവിച്ചിട്ടുള്ളത് പോലെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെവിടെ ധർമാചരണത്തിന് ക്ഷയം സംഭവിക്കുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഹേ ഭാരത, ഞാൻ സ്വയം അവതരിക്കുന്നു. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിക്കുന്നു. ഇവിടെ വിശദീകരിച്ചതുപോലെ ഈശ്വരാവതാരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നിരീശ്വരവാദികളെ വധിക്കുകയും ഭക്തന്മാരെ സംരക്ഷിക്കുകയുമാണ്. വ്യാജ അവതാരങ്ങൾ പറയുന്ന പോലെ നിരീശ്വരവാദികളും ഭക്തന്മാരും ഒരേ വിധാനത്തിലാണെന്ന് അദ്ദേഹം പറയുന്നില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അത്തരം ഒരു ആശയത്തെ ന്യായീകരിക്കുകയില്ല. നാസ്തികൾ ശിക്ഷാർഹരാണ്, അതേസമയം ഭക്തർ സംരക്ഷിക്കപ്പെടേണ്ടവരും. ഈ തത്വം സംരക്ഷിക്കുകയാണ് എല്ലാ അവതാരങ്ങളുടെയും ദൗത്യം. അതിനാൽ ഒരു അവതാരത്തെ നിർബന്ധമായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ തിരിച്ചറിയണം. ജനസമ്മതിയിലൂടെയോ മാനസിക ഊഹാപോഹങ്ങളിലൂടെയോ ആകരുത്. മഹാപ്രഭു തന്റെ പ്രവർത്തനത്തിനിടയിൽ
ഭക്തന്മാർക്ക് സംരക്ഷണം നൽകുകയും അനേകം അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു. മായാവാദികളാണ് ഏറ്റവും വലിയ അസുരന്മാരെന്ന് അവിടുന്ന് പ്രത്യേകം പ്രതിപാദിച്ചു. അതുകൊണ്ട് മായാവാദ തത്വശാസ്ത്രം ശ്രവിക്കുന്നതിനെതിരെ അവിടുന്ന് ഏവർക്കും താക്കീത് നൽകി. മായാവാദി ഭാഷ്യ ശുനിയിലെ ഭയ സർവനാശ. ശാസ്ത്രങ്ങളിലെ മായാവാദ വ്യാഖ്യാനം വെറുതെ ശ്രവിക്കുന്നതിലൂടെ തന്നെ ഒരുവൻ നശിച്ചു പോകുന്നു. ചൈതന്യ ചരിതാമൃതം മധ്യലീല 6.169. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇവിടെ കാണുന്ന ഇതാണ്, ഇത് ശ്രീവാസ് ഠാക്കൂറിനോട് അപരാധം ചെയ്തു ആര്? ഗോപാല ചാപ്പാലൻ. സോ 51 പറയുന്നു, രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നു, പാപപ്രവൃത്തികളിൽ വെച്ച് ഏറ്റവും ഗുരുതരം ശത്രുത മൂലം ഒരു പരിശുദ്ധ ഭക്തനെതിരെ നടത്തുന്ന പ്രവൃത്തികളാണെന്ന് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു വിദ്വേഷം, എൻവി എന്ന് പറയുമല്ലോ അല്ലെ, വിദ്വേഷം, ദ്വേഷഭാവം. അസുരന്മാരെന്ന് പറഞ്ഞാൽ വിദ്വേഷഭാവം ഉള്ളതാണ്. ചില ജീവികളുണ്ടല്ലോ വിദ്വേഷഭാവമുള്ള ജീവികൾ. ഏതൊക്കെയാണ്? വെറുതെ ഇരുന്നു കഴിഞ്ഞാലും എൻവിയസ് ആയിരിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും. ഏത് ജീവികൾ? നായയാണ് പ്രഭു. കൊതുക്. അല്ല, ഏത് ജീവികളും. പട്ടികള്, പാമ്പ്, പാമ്പ് അല്ലെ, സർപ്പം. അതിനിങ്ങനെ ഒരു സ്വഭാവമുണ്ട്, പോയി വെറുതെ ആൾക്കാരെ പോയി കൊത്തും. റൈറ്റ്. പേപ്പട്ടി ചിലപ്പോ മേ ബി അല്ലെ, വെറുതെ ഇരുന്നാലും പോയി ആൾക്കാരെ ദ്രോഹിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ സന്തോഷം കാണാൻ അവർക്ക് താല്പര്യമില്ല. ഇത് കേട്ടിട്ടുണ്ടാവും, പര ദുഃഖ ദുഃഖി. വൈഷ്ണവൻ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരുടെ ദുഃഖത്തില് ദുഃഖിക്കുന്നവനും. വേറൊരു ക്വാളിറ്റി, പര സുഖ സുഖി. മറ്റുള്ളവന്റെ സന്തോഷത്തില് സന്തോഷിക്കുന്നവനും ആയിരിക്കും വൈഷ്ണവൻ. ഈ ആദ്യം പറഞ്ഞത് കുറച്ചുകൂടെ എളുപ്പമാണ്. പരദുഃഖ ദുഃഖിയാവാൻ എളുപ്പമാണ്, പരസുഖ സുഖിയാവാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. മറ്റുള്ളവന്റെ സന്തോഷം കാണുമ്പോൾ നമ്മള് സന്തോഷിക്കാൻ വളരെ എളുപ്പമല്ല, അത് ഒട്ടും എളുപ്പമല്ല. പക്ഷേ ഒരു അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഒരു ഭക്തൻ, റൈറ്റ്. ഒരു സുരൻ എന്ന് പറയുന്നത് പരദുഃഖ ദുഃഖി, പരസുഖ സുഖിയാണ്. പക്ഷെ ഒരു അസുരൻ എങ്ങനെയായിരിക്കും? നേര് ബാക്കിയുള്ള 2 ഓപ്ഷൻ. പര ദുഃഖ സുഖി, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സുഖിക്കുന്നവനും, പരസുഖ ദുഃഖി, മറ്റുള്ളവൻ സന്തോഷിച്ചിരുന്നാല് ദുഃഖിക്കുന്നവനുമാണ്. സോ അങ്ങനെയുള്ള ഒരു അസുരൻ. അവിടെ എന്താണ് ഇവിടെ പറയുന്നത്? വിഷ്ണു ഭക്തന്മാര് തീർച്ചയായിട്ടും സുരന്മാരായിരിക്കും. വിഷ്ണു ഭക്തോ ഭവേദ് ദേവസ് ആസുരസ്തദ് വിപര്യ. സ്വഭാവം കൊണ്ട് എങ്ങനെയായിരിക്കും? അസുരന്മാരായിരിക്കും, റൈറ്റ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നു, അങ്ങനെ ആസുര സ്വഭാവമുള്ളവര് പരസുഖ ദുഃഖികളും പരദുഃഖ സുഖികളുമായിട്ടുള്ള വ്യക്തികളെ നിഗ്രഹിക്കാനും എന്താണ് സാധുക്കളെ ഉദ്ധരിക്കാനുമാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത് അല്ലെ. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം. അപ്പൊ അസുരന്മാരെയും മായാവാദികളെയും രണ്ടുപേരെയും ഒരേ തട്ടിലാണ് വെച്ചിരിക്കുന്നത്. കാര്യം എന്താ? അസുരന്മാരും മായാവാദികളും എന്തുകൊണ്ട് അവർ രണ്ടുപേരും ഒരേപോലെ ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത്? കാരണം എന്താണ്? അവരുടെ പ്രവൃത്തി കൊണ്ട് ദോഷമുള്ളൂ എല്ലാവർക്കും. അതെ. അപ്പോ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വിദ്വേഷം എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ക്വാളിറ്റി, അത് ഒരു കറകളഞ്ഞ മായാവാദി ആണെങ്കിൽ അയാളുടെ ഹൃദയത്തിനകത്ത് വിദ്വേഷം ഉണ്ടാവും. ഭയങ്കര ഒരു മായാവാദി, അയാളുടെ ഹൃദയത്തില് ഭഗവാനെതിരെ വിദ്വേഷം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു അസുരന്റെ ഹൃദയത്തിനകത്തും ആ ഒരു വിദ്വേഷത്തിന്റെ വിഷം, ഒരു സർപ്പത്തിന്റെ നാവില് വിഷം ഉള്ളതുപോലെ വിദ്വേഷത്തിന്റെ വിഷം ഒരു മായാവാദിയുടെ വാക്കുകളിൽ ഉണ്ടാവും. അപ്പോ ചില അസുരന്മാര്, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അല്ലെങ്കിൽ രാവണനെ പോലുള്ള അസുരന്മാര് ഭഗവാനെ ശസ്ത്രമെടുത്ത് കൊല്ലുന്നു എന്നാണ് പറയുന്നത്. ശസ്ത്രം എന്ന് വെച്ചാല് ആയുധങ്ങൾ,
അല്ലെ? ശസ്ത്രമെടുത്ത് ഭഗവാനെ വധിക്കാൻ ശ്രമിക്കും. ആര്? അസുരന്മാര്. മായാവാദികൾ എന്തെടുത്ത് വധിക്കാൻ ശ്രമിക്കും? ശാസ്ത്രം. ശാസ്ത്രമെടുത്ത് വധിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ശാസ്ത്രമോ എന്തെടുത്ത് വധിക്കാൻ ശ്രമിച്ചാലും ആ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഭഗവാനോട് വിദ്വേഷം തന്നെ ആയതുകൊണ്ട് മായാവാദികളെയും അസുരന്മാരെയും ഒന്നായിട്ട് ഇവിടെ ഒരേപോലെയുള്ളവരായിട്ട് കണക്കാക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവത്ഗീതയില് അർജുനനോട് കൃഷ്ണൻ പറയുന്നത് ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ എന്ന് പറയുന്നു. അർജുന, നിനക്ക് എന്നോട് അസൂയയില്ലാത്തത് കൊണ്ട്, വിദ്വേഷമില്ലാത്തത് കൊണ്ട് എന്താണ് ഞാൻ നിനക്ക് ഈ ഉപദേശം തരുന്നു എന്ന് പറയുന്നു. സോ ക്വാളിറ്റി എന്നൊക്കെ പുറത്തു വരാൻ, ദുർഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാൻ എളുപ്പമല്ല. ഭഗവാന്റെ കാരുണ്യം വേണം. നമുക്ക് ഇവിടെ നിർത്താം. കുറച്ച് തിരക്കുകളുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ച് ഷോർട്ടായിട്ടാണെങ്കിലും വായിച്ചു പോവാം. താങ്ക് യു. ഹരേ കൃഷ്ണ. जय जय प्रभुपाद की जय। जय पूर्ण प्रेमानंदे। हरि हरि बोल।